കണ്ടോ, അത് കറക്റ്റ് ആയിട്ട് കിട്ടിയടേ. ഇവിടെ ഒരു മല, ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മല കണ്ടോ. എന്തൊരു ഭംഗിയാടേ ഇത്. ഹലോ ഗൈസ്, എല്ലാരും സുഖായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പുതിയൊരു സ്ഥലമാണ് കേട്ടോ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു നാടൻ, അതായത് ഗ്രാമീണ സൗന്ദര്യമുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, തിരുവനന്തപുരത്ത് താമസിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ സ്ഥലം നല്ലപോലെ പരിചയമുള്ള ഒരു സ്ഥലമാണ്. എന്നാലും നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായ ഒരു സ്ഥലം കൂടെയാണ്. ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, അവിടുത്തെ വീഡിയോ എടുക്കുന്നുണ്ട്. ആഴ്ചയിൽ ആ ഒരു സ്ഥലത്തിനെ പറ്റിയുള്ള വീഡിയോസ് ഇങ്ങനെ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണമാണ് ഞാനും ഈ പ്രാവശ്യം അങ്ങോട്ട് പോവാം എന്നുള്ള തീരുമാനത്തിലായത്. നമ്മുടെ അടുത്ത വീഡിയോ അവിടെ തന്നെ പോയി എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായത്. അപ്പോൾ ഇപ്പൊ ഒരുപാട് ആളുകൾ ആ സ്ഥലത്തോട്ട് പോകുന്നത് കൊണ്ട് അടുത്തടുത്തായി തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ വരുന്നുണ്ട്. നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ഉള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്നിപ്പോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 3 മണിയായി. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ പോകുന്ന ആ സ്പോട്ടിനടുത്ത് തന്നെ എന്തെങ്കിലും നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ കിട്ടുമോ നോക്കാം. അവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. മാത്രമല്ല, നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ ആ ഒരു ഗ്രാമീണ കാഴ്ചകൾ, അതിന്റെ ഭംഗി, അവിടെ എന്തൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. പിന്നെ മഴക്കോളുള്ളൊരു ദിവസമാണ്. നമുക്ക് ജൂണൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തു, കാലവർഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ ഫുൾ ഡേ മഴയായിരിക്കും, ചില ദിവസങ്ങളിൽ ഇടയ്ക്ക് വെയിലും ഇടയ്ക്ക് മഴയും മഴക്കോളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. അതായത് രാവിലെ തുടങ്ങി വെയിലാണ്, ഇടയ്ക്ക് കാർമേഘം കൂടും, ഇടയ്ക്ക് ചാറ്റൽ മഴ ഉണ്ടാവും. അങ്ങനെയാണ്. ഇപ്പൊ സമയം 3 മണിയായി. നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ നല്ല വെയിലായിരുന്നു. ഇപ്പൊ ഞങ്ങളിപ്പോ അമ്പൂരിയിലെത്തിയില്ലേ? കറക്റ്റ് ഏകദേശം എത്തിയല്ലേ? അതിനടുത്തുള്ളൊരു സ്ഥലത്തെത്തി. അപ്പോ ഇവിടെ എത്തിയപ്പം നല്ല മഴക്കോളുണ്ട്. പൊതുവെ ഈ കാട്ടാക്കട, അമ്പൂരി ഭാഗത്തൊക്കെ പെട്ടെന്ന് ഒരുപാട് മഴ ലഭിക്കുന്ന സ്ഥലമാണ്. നമ്മൾ സിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ, സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വെള്ളായണി ഭാഗമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എപ്പോഴും മഴ ഉള്ള സ്ഥലവും കൂടെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് മഴക്കോളായി. ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇന്നത്തെ വീഡിയോ മുന്നോട്ട് പോവില്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് നോക്കാം ഏതുവരെ നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. മഴ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇന്ന് പോകുന്ന ആ സ്ഥലമൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും മിക്കവാറും മഴ ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെന്താണ് പറയാനുള്ളത്? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. മഴ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മളിപ്പോ കറക്റ്റ് ഏകദേശം ഒരു അമ്പൂരിയുടെ ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഒരുപാട് പേർക്ക് ഗസ് ചെയ്യാൻ പറ്റി കാണും ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എല്ലാവർക്കും ഒന്നുകൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അമ്പൂരിയിൽ എത്തിയിട്ടില്ല കേട്ടോ. അമ്പൂരിയിൽ ഇനി പോണല്ലേ? കറക്റ്റ് നമ്മൾ വെള്ളറട അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് 13 കിലോമീറ്റർ പോകണം നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. അപ്പൊ അതിനൊരു എത്ര മിനിറ്റ് കാണിക്കുന്നുണ്ട്? 25 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. 20 മിനിറ്റ് 30 മിനിറ്റിനകത്ത്, അരമണിക്കൂറിനകത്ത് നമ്മൾ എന്തായാലും എത്തും അവിടെ. മഴ മീൻസ് വെയിലില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെയൊക്കെ കറങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ? വെയിലുള്ളപ്പോഴാണ് അവിടെയൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ട്. മഴക്കോളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് കേട്ടോ. ഇതിന് മുന്നേ ഈ സൈഡിലും കാണാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ഈ വെള്ളറട എത്തുന്നതിന് മുന്നേ തന്നെ ദൂരെയായിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. അതായത് വലിയ മലനിരകൾ കാണാൻ പറ്റിയത് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മൾ പോകുന്നതിന്റെ ഫ്രണ്ടിൽ നല്ല രസമുണ്ട്, അവിടെ കാണാം. അതല്ലാതെ വലിയൊരു മല നമ്മൾ കണ്ടില്ലേ, കൂലിച്ചി പോലെ. അത് തന്നെ ആ സൈഡിൽ കാണാം. ബിൽഡിങ്ങിന്റെ മറവ് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വന്ന വഴിക്ക് അത് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ഈ സൈഡിലൊക്കെ നോക്കിയാലും കിട്ടൂല. ഇനി മിക്കവാറും അത് കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ഈ അമ്പൂരി ഭാഗത്ത് ഉള്ള കിട്ടി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടാ, അടിപൊളിയല്ലേ കാണാൻ? വലിയ വലിയ മലകൾ കാണാം. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ? കൂനിച്ചി, ദ്രവ്യപ്പാറ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ഥലങ്ങളുണ്ട്. അമ്പൂരിൽ തന്നെ ഒരുപാട് നോക്കി അറിയാൻ പറ്റും. അമ്പൂരിൽ തന്നെ ഒരുപാട് മലനിരകളുണ്ട്. പ്ലാങ്കുടിക്കാവ്, പക്ഷെ പ്ലാങ്കുടിക്കാവ് ഇത്ര ഹൈറ്റിലല്ല. ഇതാണ് എന്താ
ആളിപ്പാറ, കൂനിച്ചിമല, അത് ആ ഒരു ഏരിയയൊക്കെ ആയിട്ട് വരും. കുരിശുമല, പാറശാല, കളിയിക്കാവിളയൊക്കെ കഴിഞ്ഞ് നമ്മൾ മാർത്താണ്ഡം വഴി അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോഴേ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരുപാട് മലനിരകൾ കാണാം. അത് തമിഴ്നാട്ടിലേക്ക് കയറി എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു സിഗ്നേച്ചറാണ് നമ്മൾ ആ മലകളൊക്കെ കാണുന്നത്. അതുപോലെയാണ് ഈ അമ്പൂരി ഭാഗത്ത് നമ്മളിങ്ങനെ ഈ ഒരു ഏരിയയിലൂടെ അമ്പൂരി വെള്ളറട ആ ഭാഗത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലായിട്ട് ഈ മലനിരകൾ കാണാൻ പറ്റും. അത് നല്ല രസമാണ് കാണാനായിട്ട്. അതിലെല്ലാം അക്സസിബിൾ അല്ല, പക്ഷെ ഈ കൂനിച്ചി മലയൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ അതിൽ കയറിയിട്ടുണ്ട്. അന്ന് വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ, പക്ഷെ അത് എനിക്ക് കുറച്ച് പാടായിരുന്നു. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ടും പിന്നെ അത്രയും ദൂരം വലിഞ്ഞു കയറാനായിട്ടൊക്കെ കുറച്ച് സമയം എടുത്തു. നല്ല ലീനായിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ പോകുന്നുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ അല്ലേ, ഒരു ഗ്രൂപ്പായി തന്നെ. പിന്നെ ചില നമ്മളന്ന് പോയ സമയത്ത് കോളേജിൽ നിന്ന് പിള്ളേര് അല്ലേ, ഒരു ഗ്യാങ് പിള്ളേര് ഒരുപാട് ഇപ്പോഴാണ് തോന്നിയത് എല്ലാം ഒന്ന് വീഡിയോ ആക്കി ഇടണം എന്ന്. എല്ലാ ഹിൽ ടോപ്സിനെ മേളിൽ ട്രക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ഒന്നിന്റെ വീഡിയോസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല. അതെ അതെ, ഇനിയും നമുക്ക് പോവാല്ലോ, സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇനിയും പോവാല്ലോ. നമുക്ക് പണ്ട് നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഈ മലകളൊക്കെ ഏതാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നല്ല രസമുണ്ട്, ഫ്രണ്ടിൽ കാണുന്ന മലനിരകളൊക്കെ നല്ല രസമുണ്ട് എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഓരോ മലകൾ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലാവും. അത് നമ്മള് അന്ന് കയറിയതല്ലേ, അത് കൂനിച്ചി മലയല്ലേ, അപ്പർ കൂനിച്ചി, ലോവർ കൂനിച്ചി, അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതെല്ലാം പതുക്കെ പതുക്കെ എക്സ്പ്ലോർ ചെയ്ത് പോവാം. നമ്മുടെ മുന്നിലായിട്ട് നോക്ക് മഴക്കോളുണ്ട് കണ്ടോ. ഇനി അവിടെയൊക്കെ മഴ പെയ്യുന്നതാണോന്ന് അറിഞ്ഞുകൂടാ, അത് വീഡിയോയിൽ കിട്ടൂല സത്യം പറഞ്ഞ. ഞാൻ വെള്ളറട ജംഗ്ഷനിൽ നിന്നാണ് ഇൻട്രോ എടുത്തത്. അപ്പൊ അവിടെ ചെറുതായിട്ടെങ്കിലും വെളിച്ചമുണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇരുട്ടി തുടങ്ങി കേട്ടോ. ഇവിടെ എപ്പോഴും മഴയാണെന്നാണ് തോന്നുന്നത് അല്ലേ അനു? കൂടുതലും മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല കറുത്ത് ഇങ്ങോട്ട് എത്തിയപ്പോ കണ്ട ആ വെളിച്ചം എല്ലാം പോയി. മുകളിലോട്ട് ആ മലനിര കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോ കോടയാണോ അത് ഇരുണ്ട് കയറുന്നതാണോ? ഇരുണ്ട് കയറുന്നതായിരിക്കും അല്ലേ. കോട എല്ലാം മിക്സ്ഡ് ആയിട്ട് നമുക്ക് തോന്നും, പുഹ പോലെയും കാർമേഘം പോലെയും അങ്ങനെയൊക്കെ തോന്നും. നല്ല രസമാണ് കേട്ടോ ഈ റൂട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകാനായിട്ടൊക്കെ. ഈ വളവും തിരിവും കാടും പച്ചപ്പും ഇതൊക്കെ കണ്ടിങ്ങനെ ഇതുവഴി യാത്ര ചെയ്ത് പോകാൻ. പ്രത്യേകിച്ച് ഇതാ കണ്ട ഫ്രണ്ടിൽ ഓരോ പാറകൾ കണ്ട, അത് ഇവിടെ വളഞ്ഞു കയറിയപ്പോ ഇവിടെ കണ്ട വേറൊരു പാറ, മുന്നിലായിട്ട് വേറൊരു മലനിര. ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഈ വഴിയിലൂടെ പോവാനായിട്ട് നല്ല രസമാണ്. വെയിലുള്ള ദിവസമൊന്നും ഈ രസം കിട്ടൂല കേട്ടോ. മുന്നിലായിട്ട് നല്ലൊരു വ്യൂ ആണേ, ഒരു വലിയൊരു മലനിരയാണ്. ഇവിടെ നിന്ന് നമുക്ക് തിരിയണോ? ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 200 വഴി കാണിക്കുന്നുണ്ടല്ലേ? ഓക്കെ, അല്ലെ ഇതിപ്പോ നമ്മള് നെട്ടയിലൂടെയാണോ പോണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മുകളിലോട്ട് കയറണം. ഇത് നെട്ടേ പോണ വഴിയാണോ? അല്ല, ഇത് നെയ്യാർ ഡാം റൂട്ടെന്ന് കാണിക്കല്ലേ. നെട്ടേ തിരിയണ വഴി കഴിഞ്ഞു അല്ലേ? ചെറിയ മോശമാണെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് പോകുന്ന നമുക്ക് നോക്കാം. നമ്മള് വന്ന വഴിയിൽ ഇവിടെ സൈഡിലായിട്ടൊരു വലിയ പാറ, ആ പാറയോട് ചേർന്നാണ് വീട് വെച്ചിരിക്കുന്നത്. അതല്ലേ, അങ്ങോട്ടെല്ലാം നല്ല കാഴ്ചയാണ് കേട്ടോ. വീണ്ടും നമ്മൾ വന്നതൊരു വലിയ റോഡാണെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മള് റൈറ്റ് കയറിയപ്പോൾ ഉള്ള ചെറിയ റോഡാണ്. ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. നല്ല ഈ പുഹ പോകുന്നുണ്ട് ഈ മലകളുടെ മുകളില് ഇല്ലേ. അത് ഒന്നുകിൽ കാർമേഘമായിരിക്കും, അല്ലെങ്കിൽ ഇനി തണുത്ത കോടയായിരിക്കും. ഈ വഴി കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചയല്ലേ അതൊക്കെ. അവിടെ നമ്മൾ റോഡിൽ നിന്ന് കണ്ടത് അതുപോലെ തന്നെ നല്ല തണലുണ്ട്, ഒരുപാട് റബ്ബർ കൃഷിയുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്, ചെറിയ റോഡാണ്, തണലുണ്ട്. അപ്പൊ നല്ല രസമുണ്ട് ഇതുവഴി പോവാനായിട്ട്. ഇതെവിടെ ചെന്ന് കേറുമെന്ന് അറിഞ്ഞുകൂടാ. 2 വഴി കാണിക്കുന്നു. റൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെങ്കിലും ചോദിച്ചു നോക്കാം. അല്ല ഇങ്ങനെ പോകുന്ന അമ്പൂരി. ആദ്യം നമ്മളൊരു കയറ്റം കയറി വന്നു, ഇപ്പതാ ഒരു കയറ്റം ഇറങ്ങി ആ വേറൊരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഇതിന് ചുറ്റും ഇങ്ങോട്ട് പോകുന്നുണ്ടോ? അത് വേണ്ട, നമുക്ക് സ്ട്രെയിറ്റ് റോഡ് പോകാം.
മാത്രം ഇങ്ങനെ പൊങ്ങി നിക്കണ. നോക്ക് ആ തെങ്ങിന്റെ അവിടെ ആയിട്ട് നോക്കിക്കോണേ. കുറച്ചുകൂടെ പോട്ടെ. നോക്ക് നോക്ക്, നമ്മള് ദൂരെ നിന്ന് ഹിമാലയം കാണും പോലെ. കണ്ട ഫ്രണ്ടിൽ കണ്ട, ഇപ്പഴത്തെ രണ്ട് കണ്ട. ഇത് ഇവിടെ ഒരു മല, ഇതാ കണ്ട, അത് കറക്റ്റ് ആയിട്ട് കിട്ടിയടേ. ഇത് ഇവിടെ ഒരു മല. ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മല. ഇതാ കണ്ട, എന്തൊരു ഭംഗിയാടേ ഇത്. സൂപ്പർ അല്ലേ? പച്ചപ്പായിട്ട് നിക്കുന്നത് അടിപൊളിയായിട്ട്. ഇത് കണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞെട്ടി. ഈ ഹിമാലയൊക്കെ കാണുമ്പോ എങ്ങനെയല്ലേ? ആ പോവാം. അത് നല്ല പച്ചപ്പായിട്ട് നിക്കുന്നല്ലേ. അതിൽ വെയിലടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. നമ്മളൊരു ടീ ബ്രേക്ക് എടുത്തു. ഇതുവരെ വന്നപ്പോഴത്തേക്കും ഒരു ഭയങ്കര ദാഹം. അപ്പൊ പിന്നെ എന്തായാലും ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു. ഈ വഴിയിലൂടെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. കാണാനൊക്കെ ഒരുപാടുണ്ട്. നമ്മളിപ്പോ ഇങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്ത് നമ്മൾ കണ്ട ആ ഒരു മല എന്ന് പറയുന്നത്, അതിലൊരെണ്ണം കൊണ്ടകെട്ടി മല എന്നല്ലേ പറഞ്ഞത്. കൊണ്ടകെട്ടി മലയാണ് എന്നാണ് പറഞ്ഞത്. ഈ കൂനിച്ചി അത് അങ്ങനെ അടുത്തടുത്തുള്ള മലകളാണ് ഇതെല്ലാം. അപ്പോ ആ കടയിലെ ചേട്ടൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത് കൊണ്ട് ഈ മലയുടെ ഏകദേശം അടിവാരം വരെ ജീപ്പിൽ പോവാനുള്ള സൗകര്യമുണ്ട്. അതിനൊരു ചെറിയ ചാർജ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ തുടങ്ങിയതായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. അതൊക്കെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ ഷൂട്ട് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ പോകണമല്ലോ. നടന്നു കയറുന്നേക്കാളും എളുപ്പമല്ലേ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. അപ്പം ഇപ്പോ നമ്മള് ബ്രേക്കൊക്കെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങി. ഒരു റബ്ബർ കാട്ടിന്റെ ഇടയിലൂടെയുള്ള ഒരു ചെറിയ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കാണാനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഈ സ്ഥലം. സത്യം പറഞ്ഞാൽ നല്ല ഈ വെയിലില്ലാത്തത് കൊണ്ട് അത്രയും ശല്യം കുറവാണ്. ദൂരോട്ടുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഓരോ വളവ് കഴിയുമ്പോഴും ഇതൊക്കെ മറഞ്ഞു ഒരുപാട് മലകളുണ്ട് കേട്ടോ. നമുക്ക് ആ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ മാപ്പിൽ നോക്കുമ്പോഴത്തേനും ഒരുപാട് മലകൾ കാണാൻ പറ്റും. ചിലയിടത്തൊക്കെ പോകാൻ പറ്റുന്നതാണ്, ചിലയിടത്തൊക്കെ ഹെവി റിസ്ക് എടുത്ത് ഒരുപാട് ആൾക്കാർ പോയ വീഡിയോസ് ഒക്കെ ഉണ്ട്. എല്ലാവരും അവരവരുടെ റിസ്കിൽ പോവാ അല്ലേ. അത് പക്ഷെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യൂല. അതെ അതെ കണ്ടേ, നമ്മൾ ഈ ഒരു സ്ക്രീനിൽ തന്നെ നിങ്ങൾ നോക്കുക, ആ ഒരു വീഡിയോയ്ക്ക് തന്നെ നോക്കുക, എന്ത് നല്ല റിലാക്സ്ഡ് ആയാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി അതായത് നല്ല തണുത്ത അന്തരീക്ഷം, അത്ര തിരക്കില്ല. ഇതിപ്പോ കറക്റ്റ് നമ്മളിപ്പോ ഇവിടെ എത്തി. കൂട്ടപ്പൂ എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. കൂട്ടപ്പൂ എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തി. ഇവിടെ നോക്ക് മുകളിലോട്ട്, അവിടെയൊക്കെ മഴ പെയ്യായിരിക്കും കേട്ടോ മിക്കവാറും. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ലെഫ്റ്റ് ഈ സ്ഥലത്ത് നിന്ന് ഇതൊരു ചെറിയ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ബസ്സൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ്. ഇതാ ഓ, ഇതുവഴി കാട്ടാക്കടയൊക്കെ പോവാന്ന് അങ്കിള് പറഞ്ഞല്ലേ. നമ്മളിപ്പോ കുറച്ച് ചുറ്റി വന്നതാണ്. കാട്ടാക്കട വഴി നമുക്ക് എളുപ്പത്തിൽ വേറെ വഴി കൂടെ കയറാം അല്ലേ. നോക്ക് അങ്ങോട്ടുള്ള മല നോക്ക്, അത് ആ വളഞ്ഞു വരുമ്പോ കിട്ടുമായിരിക്കും മിക്കവാറും. കൊള്ളല്ലേ, അടിപൊളി അല്ലേ, അടിപൊളി. നല്ല രസമുണ്ടല്ലേ. ഈ റൂട്ട് ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു. ഞാനും വന്നിട്ടില്ല. നമ്മള് വേറെ റൂട്ടിലൂടെയാണ് വന്നത്. മുമ്പൊക്കെ വേറെ റൂട്ടിലൂടെയാണ് വന്നോണ്ടിരുന്നത്. ആക്ച്വലി ഞങ്ങളൊരു കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വണ്ടി നിർത്തി നമ്മൾ റിലാക്സ് ആയി കാണിച്ചാലേ അത് നിങ്ങൾക്കും അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അതിന്റെ ഭംഗി ഒന്ന് കണ്ടോണേ. ആക്ച്വലി വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കേട്ടോ നേരിട്ട് കാണാൻ. എന്റെ അമ്മ, ഇതിലൊക്കെ ഇതെല്ലാം അടിപൊളി അല്ലേ. ഇതായിരിക്കും ഇങ്ങനെ ഓരോന്ന് കൂനിച്ചുമല, ദ്രവ്യപ്പാറ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊണ്ടകെട്ടിമല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നിന്റെ ചിലപ്പോ ബാക്ക് സൈഡ് ആയിരിക്കും അല്ലേ. ആയിരിക്കാം. ഇത് നമുക്ക് എന്തായാലും അത് നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് കറക്റ്റ് പറയുന്നതായിരിക്കും നല്ലത്. ഇതിലിപ്പോ മാപ്പില് ഈ വഴി നമ്മൾ വന്നിട്ടേ ഇല്ല, ഉറപ്പാണല്ലേ. വന്നിട്ടില്ല, ഈ സീനും നമ്മൾ കണ്ടിട്ടേ ഇല്ല. നോക്ക്, അതിന്റെ മുകളിൽ നല്ല കോട പോലെ, അത് കാർമേഘം ആയിരിക്കും, എന്നാലും അത് കാണുമ്പോ തന്നെ നല്ല കോട പോലെയാണ് തോന്നുന്നത്. ആരെയും കാണുന്നില്ല കേട്ടോ, ഏതാണെന്ന് ചോദിക്കാൻ. എന്തായാലും ആ ഒരു ബെൽറ്റിലുള്ള ഏതൊക്കെയോ മലകളാണ് ഒറ്റ സ്ട്രെച്ചിലാണ് ഇത് കാണുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എന്തായാലും അത് വെളിയിറങ്ങി കാണിച്ചു കൊടുക്കാനാണ് നല്ലത്. ഇവിടെ ഫുൾ കാടാണ്, ചെറിയൊരു റോഡും രണ്ട് സൈഡില് നിറച്ച് കാടുമാണ്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ വെളിയിറങ്ങി നിൽക്കാൻ ഒരു അടിപൊളിയായിട്ടോ, ഒരു രക്ഷയില്ല. നോക്ക്, ഈ ഒരു പോയിന്റിൽ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി കിടക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇത്രയും വലിയ മല.
ഇങ്ങോട്ടും ഉണ്ട്. വണ്ടി വരണമെന്നൊന്ന് നോക്കിക്കോണേനു. നോക്ക്, എൻ്റെ അമ്മ അടിപൊളി. ചീവിട് വിളിക്കുന്ന ശബ്ദം നോക്ക്. നമ്മൾ കറക്റ്റ് കാട്ടിനകത്ത് നിൽക്കും പോലെ. ഈ സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഒറ്റ സ്ട്രെച്ചിലാണ് ഈ മല നിൽക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പോഴേ ഈ അമ്പൂരിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് പോകുന്നതിനനുസരിച്ച് നമ്മളത് ഷൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഫില്ലായിക്കൊണ്ടേയിരിക്കും. പിന്നെ വന്ന കാര്യം നമുക്ക് നടക്കൂല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് നമുക്ക് പോവാം. തമിഴ്നാടാണല്ലേ? അതായത് ഈ കാളികേശ എക്കോ സെന്റർ ഇല്ലേ, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മലയാണെന്നാണ് എന്റെ മനസ്സ് പറയണത്. ഇത് കണ്ടിട്ട് നമുക്ക് ഇവിടെ പോവാം. ഇന്ന് വെയിലില്ല, നല്ല ക്ലൈമറ്റ്, നമുക്ക് ഇവിടെ നിക്കാം ഒരുപാട് നേരം. ഈ കാറിന്റെ AC ഒന്നും വേണ്ട. ഇതൊന്ന് പിടിക്കൂ, സീറ്റ് ബെൽറ്റ് ഇട്ടു. AC ഒന്നും ഇടാതെ ഈ വിൻഡോ ഒക്കെ തുറന്നിട്ട് ഈ ചീവിടിന്റെ ശബ്ദമൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അതൊരു പ്രത്യേക വൈബല്ലേ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ പരിപാടി നടക്കൂല നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോണം. പിന്നെ നമുക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 3 പ്രാവശ്യം എന്തോ കൂനിച്ചിമലയിൽ ട്രക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ 3 പ്രാവശ്യം നമുക്ക് 3 റൂട്ടാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? 3 പ്രാവശ്യം 3 റൂട്ട്. ഒരു പ്രാവശ്യം ഒരു ബാക്ക് സൈഡിൽ കൂടെ വന്ന് കയറി. രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് ഒരു ഗ്രാമ്പു ഏലക്കത്തിന്റെ പാടത്തിൽ കൂടെ കയറി. അത് കുറച്ച് വേനൽ സമയത്തായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യമാണ് മാതാപ്പാറ വഴി ജീപ്പ് ട്രക്ക് ചെയ്ത് കയറുന്ന വഴി കയറി നമ്മൾ കയറിയത്. ഇതിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഒരു കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം മലയുടെ മുകളിൽ കംപ്ലീറ്റ് കടന്നൽ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ താഴേന്ന് കയറിയപ്പോഴത്തേക്കേ നമ്മുടെ ഒരുപാട് പേര് പറഞ്ഞ് പോവരുത്, കടന്നൽ കൂടെ ഇളകിയിരിക്കുകയാണ്. ഇന്നലെയും കൂടെ ഗ്രാമ്പു പറിക്കാൻ പോയ ഒരാളെ കടന്നല് കടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ കയറി പോകരുത്. എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ഓടി എത്താനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ റിസ്ക് എടുത്ത് ഇങ്ങനെ മുകളിലോട്ട് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് കയറും തോറും അവിടെ ഗ്രാമ്പൂവിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കടന്നൽ കൂടെ ഇളകിയിരിക്കുകയാണ്, പോകരുത്, ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അവസാനം കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് കുറച്ചുകൂടെ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് വീണ് നല്ല കാട് പോലത്തെ സ്ഥലമായി. അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ നമുക്ക് ഈ കടന്നൽ കൂടെ ലൈവ് കാണിച്ചു തന്നു. നമ്മൾ ലൈവായിട്ട് കണ്ട ആ കടന്നൽ നമ്മളെ ഈ പാറയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാന്നറിയില്ല. അപ്പം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും ഫുള്ള് വിജനമായി. പിന്നെ വേറെ മുകളിലോട്ട് നല്ല കാടായി. പിന്നെ ആരുമില്ല. ഏകദേശം നമ്മൾ 2-3 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും വരുന്നില്ല. ഇതുപോലെ റിസ്ക്. അപ്പൊ ഇന്നലെയും കൂടെ അയാളെ ആംബുലൻസ് വന്ന് കൊണ്ടുപോകാനൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവര് നല്ലപോലെ നമ്മളെ തടഞ്ഞു, പോകരുത്, റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പം അവരുടെ വാക്ക് കേട്ടിട്ടല്ല, കാരണം അവര് നാട്ടുകാരാണ്. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. എന്നാലും നമ്മൾ ധൈര്യത്തിന് വേണ്ടിയിട്ട് താഴെ നിന്നുള്ള ഒരാളെ കോണ്ടാക്ട് നമ്പർ എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ കയറിയപ്പോഴത്തേക്കും ഇതുപോലെ നല്ല വിജനമായി, ആരുമില്ല. ഈ ഗ്രാമ്പൂ പാടമെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുള്ള് കുറെ കാടായി. നമുക്കിങ്ങനെ പോണ വഴിക്ക് തന്നെ ഈ കടന്നൽക്കൂട് മലയുടെ മണ്ടയിൽ ഇങ്ങനെ കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, കുറച്ച് സീനറി ഉള്ള സ്ഥലത്ത് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. ഒരുപാട് പിന്നെ നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. മാത്രമല്ല ഈ കടന്നലിന്റെ മൂളൽ ശബ്ദം കേട്ടു തുടങ്ങി. പിന്നെ മുൻപ് വന്നപ്പോ അപകടം ഉണ്ടായ ആളെ രക്ഷിക്കാനായിട്ട് കടന്നലിനെ കൊല്ലാൻ പന്തം കത്തിച്ചതിന്റെ തീയൊക്കെ അവിടെ പടർന്ന് കത്തിക്കരിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു. ഈ ഒരു ഹൊറർ ആംബിയൻസ് കണ്ടപ്പോ ഞങ്ങള് പിന്നെ എന്തിനാണ് റിസ്ക് എടുക്കണത് എന്ന് വിചാരിച്ചു. കാരണം താഴേന്നേ ആൾക്കാർ നമ്മളോട് പറയായിരുന്നു, നിങ്ങള് ഒരാഴ്ച മഴ കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോഴീ കടന്നൽ കൂടെ എല്ലാം പോകും. ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ കടന്നെല്ലാം പോകും. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് കയറാന്നാണ് അവര് പറഞ്ഞത്. നാട്ടുകാർ ആരും കയറി പോകരുത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് ഈ റിസ്ക് എടുത്ത് പോണതിനോട് താല്പര്യമില്ല. ഇത് കൂട്ടത്തോടെ വന്ന് നമ്മളെ ആക്രമിക്കുമ്പം നമുക്കും ഒന്നും ചെയ്യാക്കൂല, കൂടെ ഉള്ളവർക്ക് നമ്മളൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ മാത്രമായിട്ട് അങ്ങ് പെട്ടുപോകും. അതാണ് മുന്നേ വന്നവർക്ക് സംഭവിച്ചത്. ഇത് താഴെ ഉള്ളവരാരും അറിയൂല, ആർക്കും ഹെൽപ്പ് വന്നവർക്കല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ള നാട്ടുകാരനാണ് സംഭവിച്ചത്. ഗ്രാമ്പ് പറിക്കാൻ പോയ ഒരു കർഷകനാണ് സംഭവിച്ചത്. എന്നിട്ട് പോലും അയാൾക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റിയില്ല. ആൾക്കാർക്ക് കുറച്ച് പാടുപെടേണ്ടത് മനസ്സിലായില്ല. അപ്പൊ നമ്മളെ പോലെ അറിഞ്ഞൂടാത്ത ആൾക്കാർ കയറി പോകുമ്പോഴത്തേക്ക് അയാൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ അറിയായിരിക്കും. മനസ്സിലായില്ലേ? അവര് കാര്യമാണ് പറയുന്നത്. നമുക്കൊരു അപകടം വരാതിരിക്കാനാണ് അവര് മാക്സിമം നല്ല ഹൈറ്റിൽ കയറി അല്ലേ. നമ്മൾ ആ സൈഡ് നമ്മളെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിൽ ഇഷ്ടം പോലെ
ദ്രവ്യപ്പാറ, കുനിച്ചിമല, അപ്പർ കുനിച്ചി, ലോവർ കുനിച്ചി, മാതാപ്പാറ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെല്ലാം ഞാനിപ്പോ വിട്ടുപോയി. ഒരുപാട് പാറകൾ, കൊണ്ടകെട്ടിമല, കുരിശുമല, അങ്ങനെയൊക്കെ ഒരുപാട് മലകൾ കാണിക്കുന്നുണ്ടാ. പക്ഷെ അതൊക്കെ നമ്മള് ഈ ആൾക്കാര് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് അത്രയ്ക്ക് റിസ്ക് ഉണ്ട് എടുത്തോ. അവര് പോകുന്നവരൊക്കെ എല്ലാവരും നല്ലൊരു അപ്രിസിയേഷൻ കൊടുത്തേ വരത്തുള്ളൂ. കാരണം നല്ല റിസ്ക് ഉണ്ട്. കാരണം അത്രയ്ക്ക് വിജനമായ സ്ഥലമാണ്. അത്രയ്ക്ക് റിസ്ക് എടുത്ത് വേണം തന്നെയാണ് പോകാനുള്ളത്. കാരണം ഈ മാതാപ്പാറ വഴി നമ്മൾ 3ാമത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കും നമ്മൾ വഴി തെറ്റി ഒരു ഭയങ്കര ഹൈറ്റിലുള്ള മലയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് പേടിച്ചു പോയി. നമുക്കിനി എന്ത് മുന്നോട്ട് ചെയ്യണമെന്ന് അറിയില്ല. പേടിച്ചു പോയി. കാരണം വഴി തെറ്റി, ഒരു ആരോ മാർക്കോ ഒന്നുമില്ല. വഴി തെറ്റി നേരെ ചെന്ന് മലയുടെ ഫ്രണ്ടിൽ നിന്ന് പേടിച്ചു. താഴെ നോക്കുമ്പോഴത്തേക്കും കൊക്ക പോലെ തോന്നുന്നു. പിന്നെ എങ്ങനെയോ റിസ്ക് എടുത്താണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. അപ്പൊ അത്രയ്ക്ക് റിസ്ക് ഉണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് അതിന്റെ മുകളിൽ കയറി കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ഒരു അനുഭവം അത് വേറെ ലെവല് തന്നെയാണ് കേട്ടോ. കുനിച്ചിമലയായാലും പിന്നെ ഞാന് ശിവരഞ്ജനിയും കൊണ്ട് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ട്രക്ക് ചെയ്ത് കയറുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ള മരുന്നുവാഴ് മലയാണ്. അത് ചുമ്മാ നമ്മൾ ജോളി അടിച്ച് അങ്ങ് പോയതാണ്. എന്റെ ഒരു ആവേശം കൊണ്ട് കയറിയതാണ്. നമുക്ക് റിസ്ക് പറ്റി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വെള്ളമില്ലായിരുന്നു. പക്ഷെ നമ്മൾ കയറി അങ്ങ് ടോപ്പ് വരെ എത്തി. നമ്മൾ ഈ കയറിയതിൽ ഏറ്റവും ഹൈറ്റിൽ കയറിയ ഒരു മല അത് തന്നെ ആയിരിക്കും അല്ലേ. അത് പക്ഷെ അതിന്റെ മുകളിൽ നിന്ന് കയറി നമ്മൾ അത്രയും ദൂരം തേങ്ങ അടിക്കാൻ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ടോപ്പിൽ കയറി അങ്ങ് മുകളിൽ ചെന്നപ്പോഴത്തേക്കും നമ്മള് ആ കണ്ട നമ്മളെ ഒരു കാഴ്ച അത് ഒരു വീഡിയോയ്ക്കും ഒരിക്കലും അത് പറഞ്ഞറിയിക്കും. അല്ല പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, ഈ മരുന്നുവാഴ് മലയെ നമ്മൾ കേറിയില്ലേ, അതിന്റെ മുകളിലുള്ള ആ ഒരു ഏരിയയും ഈ കൂനിച്ചിമലയിൽ കയറുമ്പോൾ ഉള്ള ഏരിയ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ കൂനിച്ചിമലയിൽ നമ്മൾ കയറുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വിറ്റ്സർലാൻഡിൽ നിൽക്കും പോലെ നല്ല വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണ്. ഫുൾ പച്ചപ്പാണ്. നമുക്ക് ഓടിക്കളിക്കാം, ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ അമ്പൂരി ഭാഗത്തോട്ട് ഏത് മലയിൽ ട്രക്ക് ചെയ്യാൻ വന്നാലും ചുരുളി സിനിമ കണ്ട ഒരു ഫീലിംഗ് ആണ്. ആ സിനിമയ്ക്കകത്തുള്ള ഒരു നോയ്സും കാടിനകത്ത് കയറുമ്പോഴത്തേക്കും ഒരിക്കൽ നമ്മൾ എവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയി പോയി. രാത്രി ഓർമ്മയുണ്ടോ? അത് മറ്റേ ലോവർ കുനിച്ചിൽ പോയതാണ്. ലോവർ കുനിച്ചിൽ പോയത് മറ്റേ ജീപ്പിന്റെ ലോവർ കുനിച്ചിൽ ജീപ്പ് ഫുള്ള് കയറിപ്പോ. അതിന് വേറെന്തൊരു ഒരു പേരും പറയാ സ്ഥലത്തിന്, നമ്മൾ നോക്കിട്ട് പറയാല്ലേ. അത് ലോവർ കുനിച്ചി, എന്റെ ഓർമ്മയില് ലോവർ കുനിച്ചി ഒരു പേരുണ്ട്. അതിനകത്ത് കുറെ ഫാം ഹൗസ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നല്ല ലേറ്റ് ആയി പോയി. ജീപ്പ് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും വീഡിയോസ് നമുക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മൾ പോയി എടുക്കുമല്ലേ. നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അതൊരു വ്ളോഗാക്കി ചെയ്യണമെന്നുണ്ട്. അല്ല, അതാണ് ഞാൻ ഈ വീണ്ടും പറയുന്നത്. നമ്മളിപ്പോ ഒരു കടൽ തീരത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ആ കടൽ തീരം കണ്ടുവരാം. പക്ഷെ ഇതുപോലെ ഒരു നമുക്ക് ഇത്രയും മനസ്സാസ്വദിച്ചൊരു വ്യൂ കാണുന്നത്, അതെ, നമ്മൾ ഇത്രയും ട്രെക്ക് ചെയ്ത് പ്രയാസപ്പെട്ട് മുകളിൽ ചെല്ലുമ്പോ ഈ കൂനിച്ചിമല പ്രത്യേകിച്ച് ഭയങ്കര രസമാണ്. നമ്മള് ഫുഡൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് കഴിക്കാനൊക്കെ അതൊരു പ്രത്യേക വൈബാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ ആക്ച്വലി നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. നമ്മൾ സ്നേഹിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കറങ്ങാൻ പോണ സ്ഥലം മാക്സിമം ശംഖുമുഖമാണ്. അവിടുത്തെ തെരേണിയാണ് നമ്മൾ സ്നേഹിച്ചതല്ലേ. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. ആക്ച്വലി നമ്മൾ പോകുന്ന ഇതുപോലുള്ള ഹിൽ ടോപ്പുകളിലൊക്കെ ഒരുപാട് കപ്പിൾസ് വരുന്നുണ്ട്. അൺമാരീഡ് കപ്പിൾസ് ഒക്കെ തന്നെയാണ് വരുന്നത് അല്ലേ. അത് അവര് പോകാനുള്ള മനസ്സ് കാണിക്കുന്നില്ല ആക്ച്വലി അവിടെ അല്ലേ. ഇത്രയും ട്രക്ക് ചെയ്തൊക്കെ വരാൻ റിസ്ക് ഉണ്ട്. ഇപ്പൊ നടക്കുന്ന ന്യൂസ് ഒക്കെ കേൾക്കുമ്പോ അതൊക്കെ റിസ്ക് ആണ്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് പണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെല്ലാം ഇതുപോലെ വല്ല മ്യൂസിയത്തോ കനകക്കുന്നിലോ അങ്ങനെ എന്താണ്, പിന്നെ മറ്റേ ദൂരദർശിനി പോലത്തെ സംഭവം ഉണ്ടല്ലോ, പ്ലാനറ്റോറിയം, അവിടെയൊക്കെയാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ അന്ന് നമ്മളിവിടെ കയറി ഇവിടെ ഏതോ ഒരു മുസ്ലിം കോളേജിലെ പിള്ളേരല്ലായിരുന്നു രാവിലെ വന്ന് ട്രക്കിങ്ങിന് വേണ്ടി വന്ന് രാവിലെ വന്ന് ഉച്ചയായപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങി. അവരുടെ പ്രൊഫസറാണ് അവരെ കൂടെ വന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ എത്തുന്നതേ ഉള്ളൂ. നമ്മൾ ലേറ്റ് ആയി. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ അത് മാറ്റി ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് സംസാരിച്ച് വന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മായം പള്ളി, ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കാണിച്ചു തരാം. CSI മേരി സിറിയോ മലബാർ കത്തോലിക് ചർച്ച്. ഇങ്ങോട്ട് വരുന്നവർക്ക് ഇതൊരു റെഫറൻസ് ആണ്. നമ്മളിപ്പോ നിൽക്കുന്നത് സെന്റ് മേരീസ് സിറിയോ മലബാർ കാത്തലിക് ചർച്ച് മായം. ആ ചർച്ചിന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ, അടിപൊളി. ചർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മലയാണ്. പോവാ നമുക്ക്, കാണാമോ? ഓക്കെ. പിന്നെ നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളല്ലേ ഇവിടെ നിന്ന് പോകാനായിട്ട്. 850 മീറ്റർ. 1 കിലോമീറ്റർ തികച്ചില്ല. ബാക്കിലുണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മലയാണ് കേട്ടോ.
എന്തോ അതല്ലേ, അടിപൊളി, രക്ഷയില്ല. ഇതൊരു ചെറിയ വഴിയാണ്. ഇങ്ങനെ അവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴിയെ ഇങ്ങനെയുള്ള വഴിയാണ്. ഇതുപോലത്തെ ചെറിയ വഴിയാണ്. വളവും തിരിവൊക്കെ ഉണ്ട്. ഹോൺ അടിച്ചും പതുക്കെയാണ് നമ്മൾ വരാൻ. ബസ് റൂട്ടും കൂടെയാണല്ലേ ഇതുവരെ പള്ളി വരെ എന്തോ വരുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് കാട്ടാക്കട പോണ ബസ്സാണല്ലേ അതുവഴി. ഓ സോറി. ഇവിടെ നമ്മൾ വന്നതായിട്ട് നിനക്ക് ഓർമ്മയില്ലേ? എല്ലാം ഉണ്ട്. ഏലം അങ്ങനെയുള്ളതൊക്കെ വെക്കും. കുറച്ച് തണുപ്പുള്ള സ്ഥലമല്ലേ. ആക്ച്വലി നമ്മളിവിടെ മായം കടവിൽ ഇറങ്ങിയില്ല. മായം കടവിൽ വന്നപ്പോ അവിടെ കുറെ പയ്യന്മാര്, കൊച്ചു പിള്ളേര് ജീപ്പിലും കാറിലൊക്കെ വന്നിട്ട് അവരവരെ എൻജോയ്മെന്റ് നിൽക്കുകയായിരുന്നു. അത് ആക്ച്വലി നമ്മൾ രണ്ടാമതാണ് വന്നത്. ആദ്യം പോയത് അങ്ങനെയല്ല. ഒരു ഇറക്കത്തിൽ പോയിട്ട് കടവിലാണ് പോയത്, ഇങ്ങനെ ക്രോസ് ചെയ്ത് പോണ കടവ്. അവിടെ പോയിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സ് മടുത്തു പോയത്. ഇനി വേണ്ടടേ, നമുക്ക് അങ്ങ് പോവാം എന്നിങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അങ്ങ് പോയത്. ഇതാണ് നമ്മളിപ്പോ പോണ വഴിയാണ്. അയ്യോ താഴെ നോക്ക്, കണ്ട? അതാണ് മായങ്കടവ്. ഇവിടെയാണ് കടത്തുള്ളത് അല്ലേ? ഇവിടെയും കടത്തുണ്ട്. അല്ല, നമ്മൾ പോയ ഒരു ചെറിയ ഒരു പള്ളിയുടെ ഇടവഴിയുണ്ട് താഴോട്ട്. ഇത് റബ്ബർ എസ്റ്റേറ്റിന്റെ താഴെയാണ്. അതായത് ആ നെട്ട പോലെ ആ താഴ്ഭാഗത്ത് നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ വരെ കാറ് പോകും. ഈ വഴി ഇങ്ങനെ നേരെ പോണം. നല്ല രസമുണ്ട്. നെട്ടപോലെ തന്നെ തോന്നുന്നു. അങ്ങനെ എന്തോ മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ആക്ച്വലി നമ്മൾ മനസ്സുമെടുത്ത് പോയതാണ്. നമ്മൾ ലേറ്റ് ആയി പോയി. നമ്മൾ വേറെ എവിടെയൊക്കെ പോയിട്ടൊക്കെ വന്ന് അങ്ങനെ അങ്ങ് പോയതാണ്. മഴക്കാലം തുടങ്ങിയല്ലോ, അപ്പൊ പിന്നെ നല്ല വെള്ളം കേറും മിക്കവാറും. അത് കണ്ട, ആ സ്പേസ് കാണണ്ട, വണ്ടിക്കൊക്കെ പോവാൻ പറ്റിയ ഒരു സ്പേസ് ആണത്. പോവും. മറ്റേ സ്ഥലം കൂടെ കണ്ടുപിടിക്കണം. പള്ളിയില് എത്തിയല്ലേ? ഐസ്ക്രീം കൂടെ ഐസ്ക്രീം കഴിക്കാം. അതെ, ഇങ്ങോട്ട് മുന്നറിയിപ്പുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാമേ. അടിപൊളി കേട്ടാ, നല്ല രസമുണ്ട്. ഇവിടെ കുറെ പയ്യന്മാരുണ്ട്. അവരുള്ളോണ്ടല്ല നമ്മള് പോയത്, മനസ്സുമെടുത്തിട്ട് പോയതാണ്. നീന്തൽ അറിയാത്തവർ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഈ പ്രദേശത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. കുപ്പിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറരുത്. ഇതെല്ലാം നമ്മൾ പാലിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു തട്ടുകടയുണ്ട്, ബോട്ടുണ്ട്. പക്ഷെ വള്ളം കടത്തുണ്ടോന്ന് അറിയില്ല കേട്ടോ. കടത്താ പള്ളിയിൽ അവിടെ എന്തായാലും ഉണ്ട്. അങ്ങോട്ട് നല്ല വ്യൂ അല്ലേ? ഇതല്ലടാ, വേറൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സൺഡേ. നല്ല വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. അടിപൊളിയായിട്ടാ. ഇന്ന് ആരും ഇല്ല, അതുകൊണ്ട് കൊള്ളാം. നമുക്കിനി പുറത്തിറങ്ങാം. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ചരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അതിലിരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ചരിഞ്ഞിരുന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മള് മായം കടവിലാണ് വന്നിരിക്കുന്നത്. അപ്പോ അമ്പൂരി എന്ന് പറഞ്ഞപ്പോഴേ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി കാണും എങ്ങോട്ടാണ് നമ്മൾ വന്നതെന്നുള്ളത്. അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ കണ്ടു വന്നപ്പോഴേ എവിടെയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് ഒരുപാട് പേർക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ അധികം തിരക്കൊന്നുമില്ല. ഞങ്ങളും പിന്നെ ഒരു 2-3 കപ്പിൾസും ഫ്രണ്ട്സൊക്കെ മാത്രമേ ഉള്ളൂ. അധികം ബഹളവും തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ് ഇന്ന്. പിന്നെ നമുക്ക് വെയിലൊരു ശല്യം അല്ല ഇന്ന്. മഴക്കോൾ ഇങ്ങനെ നിൽക്കുകയാണ്. മഴ പെയ്യുന്നത് വരെ നമുക്കിവിടെ എൻജോയ് ചെയ്ത് നിൽക്കാം. പിന്നെ നമ്മൾ ഒരു 3-4 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു സ്ഥലത്തല്ല നമ്മൾ ആദ്യം വന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഒരു ചെറിയ ഇടവഴിയുണ്ട്. അപ്പൊ അതിലൂടെ നടന്നിറങ്ങുമ്പോൾ കട അപ്പുറത്തോട്ട് പോവാം. തോണിയിൽ അപ്പുറത്തോട്ട് കടത്തുണ്ട്. അപ്പം അതിനെ കടത്തെന്നല്ലേ പറയുന്നത്. തോണിയിൽ നമുക്ക് ആ തോണി കയറി അപ്പുറത്തെ കരയിൽ ഇറങ്ങാം. അതുപോലെ അവിടെ നിന്ന് ഇപ്പുറത്തെ കരയിൽ ഇറങ്ങാം. അപ്പൊ അന്ന് നമ്മൾ തോണിയിൽ കയറിയതായിട്ട് കയറിയും തോന്നുന്നു. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് ഈ സ്ഥലം കാണുന്നത്. അപ്പൊ അത്രയും പോയി ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയില്ല. അന്ന് ആക്ച്വലി ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ബോയ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ നമ്മളും അവരൊന്നും ചെയ്യൂല. എന്നാലും നമ്മൾ അത്രയും ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങണ്ട. ആ തിരക്കൊക്കെ കണ്ടിട്ട് വേണ്ട, ഇവിടെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ ഇന്നാണ് വരുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് വരുന്നത്. അപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ.
അപ്പോൾ കൂടുതൽ ആൾക്കാരും ഫാമിലി ആയിട്ടൊക്കെ വരും. അതായത് ഇവിടെ ഫുഡ് സ്പോട്ട് ഉണ്ട്, ഊണും മീനും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനും, എനിക്കൊന്ന് ഇവിടെ നിന്ന് ബോട്ടിങ് കാണുമായിരിക്കും, അന്വേഷിച്ച് നോക്കണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ബോട്ടിങ്ങിന് പോകാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് കപ്പിൾസ് വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്, ലവേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ട്സ് ഗ്യാങ് വരുന്നുണ്ട്, ഗ്യാങ് ആയിട്ട് വരുന്നുണ്ട്, ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പിന്നെ എന്താണ്, ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങട്ടെ. വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് കുടയും വടിയൊന്നും എടുക്കണ്ട, നമുക്ക് റിലാക്സായി നടക്കാം. നല്ല കാറ്റുണ്ട്, മഴക്കോളുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. അപ്പോഴേ നമ്മളിവിടെ വന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരുപാട് നേരം നമ്മളിവിടെ ഇരുന്ന് നല്ല രസമുണ്ട്. വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ടേ നമുക്ക് ഈ വെള്ളത്തിൻ്റെ കാറ്റൊക്കെ അടിച്ച് നമുക്കിങ്ങനെ കരയിലിരിക്കാനും ഈ സീവിഡിൻ്റെ ശബ്ദം കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. മൈൻഡ് നല്ല റിലാക്സ് ആവും. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ ഇത്രയും നേരം ആയിട്ടും ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ സമയം ഒരു 4-4:30 ആയിട്ടുണ്ട്. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഇതിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രൈവസി ഉള്ള ഒരു സമയമാണ്. അതായത് അവർ കുളിക്കാൻ വരുന്നതും അവരുടെ തുണികൾ നനയ്ക്കാൻ വരുന്നതും ഒക്കെ ഉള്ള ഇതാണ്. അപ്പം ഇനി ഞാൻ ഈ പരിസരം ചുറ്റി കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ അവർ കുളിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തന്നെ ആൾക്കാർ വരുന്നുണ്ട്, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ ഡ്രസ്സൊക്കെ കരുതിയാണ് വരുന്നത്. പക്ഷേ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങും. അപ്പം നമുക്ക് വീഡിയോ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതിന് മുന്നേ ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. മഴ പെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ, പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല. പിന്നെ വീഡിയോയിൽ കുറച്ച് വെളിച്ചം കുറവായിരിക്കും. ഇവിടെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് കറുത്ത് കിടക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് വെളിച്ചം കുറച്ച് കുറവാണ്. അപ്പം നമുക്ക് സ്ഥലം ആദ്യം കാണാം അല്ലേ. ഇവിടെ മുതൽ ഇങ്ങനെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം. ഇവർ കുളിക്കുന്നു, അവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. കണ്ട നല്ല രസമുണ്ട്. ആ വെള്ളം അനങ്ങുന്നതൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. കണ്ട നല്ല സൈലൻ്റ് ആയിരിക്കുന്നു. അവരാ വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് വെള്ളം അനങ്ങുന്ന ശബ്ദമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. നല്ല സൈലൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് അങ്ങ് നടന്നു പോകാം. നടന്ന് എവിടം വരെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ വന്ന സമയത്ത് 2-3 പേര് വന്നവരൊക്കെ പോയി. ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും അവിടെയും ഇതാ കണ്ട നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഇതാ നടക്കാനുള്ള സ്പേസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വെള്ളം കുറഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ. വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ വഞ്ചിയോടെ അത് കിട്ടിക്കുന്നുണ്ട്. ഏകദേശം അതുവരെയൊക്കെ വെള്ളം കയറുമെന്നുള്ളൊരു ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വെള്ളം കുറവായത് കൊണ്ടാണ് ഇതിങ്ങനെ താന്ന് കിടക്കുന്നത്. മഴ കൂടുമ്പോഴത്തേക്കും അത് നമുക്ക് വെള്ളത്തിന്റെ ഒരു അടയാളം അവിടെ അറിയാൻ പറ്റും. കണ്ടില്ലേ, മഴ വരുമ്പോഴത്തേക്കും അവിടെ വെള്ളം കയറി നിറയുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വഞ്ചി ഒതുക്കിയിട്ടുണ്ട്. നേരത്തെ കടത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ പിന്നെ ഇവിടെ ഒരു പുതിയ പാലം വന്നെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കടത്തിപ്പം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തൊരു സ്ഥലം കൂടെ ഉണ്ട്, അവിടെയും ചെറിയൊരു കടത്തുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ നമുക്ക് ഇനി പോയി നോക്കിയാൽ അറിയാവും അല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇനിയും കയറുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതുകൊണ്ടാണ് ഇവിടേക്ക് ഇപ്പോൾ വണ്ടിയൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടോ, അതെ കയറി വരും. അതെ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ നമുക്ക് ഇനി മുന്നോട്ട് നടന്നു നോക്കാം. അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ആക്ച്വലി ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് ഈ ഒരു സ്ഥലം വരിക, ആസ്വദിക്കുക. ഇവിടെ ഫുഡ് സ്റ്റോറൊക്കെ, അതായത് ഫുഡ് സ്റ്റോളെല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽസൊക്കെ ഓപ്പൺ ആണെങ്കിൽ ഇവിടെ നല്ല ഫുഡ് കഴിക്കുക. കായൽ മീനും അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിക്കുക, റിലാക്സായി ഇരിക്കുക. നമ്മളെ ടെൻഷൻസൊക്കെ ഒന്ന് മറന്ന് ഒരു ദിവസം ഫുള്ള് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോയിലൂടെ ഈ സ്ഥലം ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് നടക്കാം. ഒരു സൈഡിലോട്ട് നമ്മൾ നടക്കാം. ഇവിടെയുള്ള കാഴ്ചകളൊന്ന് കാണാം. കുറച്ച് ദൂരെ നമ്മൾ നടക്കുന്നുള്ളേ. കുറച്ച് പ്രൈവസിയൊക്കെ, വേറെ ആൾക്കാരൊന്നും ഇല്ല അല്ലേ, ഫ്രണ്ട്സൊക്കെ ഉള്ളൂ. ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടേ ഉള്ളൂ. ചിലപ്പോൾ അവരുടെ പ്രൈവസി പോകും. ഈ ഒരു കാഴ്ച തന്നെയാണ് അവിടെ വരെ ഉള്ള, അല്ല അങ്ങോട്ടുണ്ടല്ലേ. ഇവിടെയൊക്കെ റബ്ബർ കാടാണ്. ഇതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ ചീവിടിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴേ നമ്മൾ കാണുന്നത് കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്. പിന്നെ ഒരു മല കാണാം നമുക്ക്. ഇതാ ഇവിടെ പോകുന്നൊരു ശബ്ദം കേട്ട്. ഇല്ലല്ല അതാണോ? പക്ഷെ ഇതിൽ നിന്ന് ഹൈറ്റ് ഉണ്ടടാ അത്. നമുക്കിത് ഇങ്ങനെ മുന്നോട്ട് നടക്കാം കേട്ടോ. ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്ന് എത്തുമെന്ന് അറിഞ്ഞൂടാ. നടക്കാൻ പറ്റൂല. ഓ ഇങ്ങനെ ചരിഞ്ഞ സ്ഥലമാണല്ലേ.
മഴ കയറും, മഴ കൂടുമ്പോൾ വെള്ളം നല്ലപോലെ. ഇവിടെ എല്ലാം കശുമാവുണ്ടല്ലേ നമുക്ക്. ഇതൊരു പശു നിന്ന് കഴിക്കുന്നു. അവൻ ലഞ്ച്, സോറി പോത്താണ്, പശുവല്ലേ നമുക്ക്. അവൻ്റെ ലഞ്ച് കഴിച്ചു, നമ്മളിതുവരെ ഒന്നും കഴിച്ചില്ല. അപ്പോഴേ നമ്മൾ ഇങ്ങോട്ട് നടന്നത് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാനാണ്. എന്നാലും നമുക്ക് വെള്ളത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എന്താ ചെറിയ ചാറ്റൽ കണ്ടോ, വെള്ളത്തിൽ തുള്ളി 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 വീഴുന്നുണ്ട്. മഴ എവിടേക്കോ നല്ലപോലെ പെയ്യുന്നുണ്ടല്ലേ എപ്പോഴും. മിക്കവാറും സിറ്റിയിൽ നല്ല മഴ കാണും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് നല്ല മഴ കാണും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും പെട്ടെന്നൊരു മഴ ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടൊരു മല നോക്ക്, നല്ല പച്ചപ്പ്, കാട് പിടിച്ച് കിടക്കുന്നതാണ് ആക്ച്വലി. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് കാർമേഘമൊക്കെ ഇരുണ്ട് വരുന്നുണ്ടാ. നമ്മളിതാ ഇവിടെ നിന്നാണ് നടന്നു വന്നു തുടങ്ങിയത്. ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ നടന്നു വന്നു തുടങ്ങിയത്. ഇതാ മഴ എപ്പോൾ വേണോ പെയ്യാം. അപ്പോഴേ നമ്മൾ ഒരുപാട് നേരം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. മഴ നല്ലപോലെ തുടങ്ങും എന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിലൊക്കെ തുടങ്ങി. ഇനിയും നമ്മൾ കുടയില്ലാതെ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും അല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാടല്ല ഒരു പള്ളിയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഇവിടെ കണ്ടോ, ഇവിടെ ആയിട്ടൊരു പള്ളിയുണ്ട്. നമ്മൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ പള്ളിയിൽ ഒരുപാട് ആളുകൾ വന്ന് അവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലായിരുന്നാലും ഇല്ലേ? ഉണ്ടല്ലേ. നേരത്തെ ഒരു തോണി അവിടെ ഒരു തോണിയുണ്ട്. ഇത് തോണിയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർക്ക് അക്കരെ ഇക്കരെ പോകാനായിട്ട് ഈ സ്ഥലത്ത് തോണിയുണ്ട്. ഇപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ വെളിയിലുള്ളവർക്ക് പോകാനായിട്ട് ഇവിടെ പാലം പണിയുന്നുണ്ട്. ഈ വഞ്ചി സൗകര്യം ഇല്ല, കടത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് നെയ്യാറിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ നെയ്യാറിന്റെ ഏതെങ്കിലും പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ പാക്കേജ് വഴി നമുക്ക് ഈ ഓപ്പോസിറ്റ് സ്ഥലങ്ങളിലോ അങ്ങനെ വല്ലതും പറ്റുമായിരിക്കും. അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു. ഇനി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കൂടെ നടക്കുകയാണ്. പതുക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒരുപാട് തിരക്കൊന്നുമില്ല. നല്ല രസമുണ്ടല്ലോ ഇവിടെ നിൽക്കാൻ. സൂര്യൻ്റെ ഇടയ്ക്കൊന്ന് ഉദിച്ച് വരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടക്കൂല മോനെ. അസ്തമിച്ചില്ല. ഒക്കെ പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നടക്കാം. അവിടെ ഒരു ചെറിയ പാറയുണ്ട്. ഇതാ കണ്ടോ, ഇത് അല്ലേ? തന്നല്ലേ, വെള്ളത്തിനടിയിലാവും മിക്കവാറും. നമുക്ക് അപ്പർ സൈഡിൽ ആ പള്ളിയുടെ അവിടെ കൂടെ വരാനുള്ള ഒരു വഴി ചോദിച്ചു നോക്കാം അല്ലേ. നല്ല രസമുണ്ടല്ലേ ആ പള്ളി. എന്തായാലും കുറച്ച് കറങ്ങിയായിരിക്കും വരേണ്ടി വരുന്നത്. നല്ല രസമായിരിക്കും. അതൊന്ന് നോക്കി നോക്കാം അല്ലേ. ആ പള്ളിയുടെ പേര് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആരുടെങ്കിലും ചോദിച്ചു നോക്കാം അല്ലേ. അതെ അതെ അതെ. നമ്മൾ ഈ ഇടുക്കി തേക്കടിയല്ലേ, തേക്കടിയിലൊക്കെ പോയൊരു വൈബ്. ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നോക്ക്, കണ്ട ഈ ലൊക്കേഷൻ കണ്ട. അതായത് നമ്മുടെ ആ അതിനെ പറയുന്ന പേരെന്തോന്നൊരു ടൈഗർ റിസർവ്, പോത്തല്ലേ വെള്ളം കുടിക്കാൻ ഇറങ്ങണം അവിടെ കൂടുതൽ കാട്ടും. ആ ഒരു ലൊക്കേഷൻ പോലെയൊക്കെ തോന്നി ഈ ഒരു ഏരിയ കാണുമ്പോൾ. മഴ കൂടി തുടങ്ങി. നമ്മളിങ്ങനെ വായി നോക്കി നിന്നപ്പോഴാണ് ആക്ച്വലി നിങ്ങൾ ഈ ഒരു സംഭവം കാണുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള റൂം ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ. പെൺകുട്ടികൾക്കൊക്കെ നനഞ്ഞിട്ട് അങ്ങനെ കയറി പോകൂലല്ലോ. അപ്പൊ ഡ്രസ് മാറിയിട്ട് ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുകളിലൊരു കടയുണ്ട്. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ ഇന്ന് സമാധാനം കിട്ടുള്ളൂ. അപ്പൊ ഫാമിലീസ് ഒക്കെ വന്നു തുടങ്ങി. വൈകുന്നേരം ആയപ്പോൾ ഫാമിലീസ് ഒക്കെ വന്നു തുടങ്ങി. എനിക്കൊന്നും അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കുളിക്കാനൊക്കെ വന്നു തുടങ്ങി. ഇതാ പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേർ ടീംസൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഇവിടെ എൻജോയ്മെൻറ്റിലാണ്. പിന്നെ കണ്ട സൂര്യൻ ചെറുതായിട്ടൊന്ന് ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ച് കാർമേഘവും കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം കാണാൻ നല്ല രസമാണ്. ഓരോ വെളിച്ചത്തിലും ഈ ഫ്രെയിമിന് നല്ല ലുക്കാണ്, വ്യത്യസ്തമായിട്ടുള്ള ലുക്കാണ്. നമുക്ക് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോഴേ സമയം 5 മണിയായി. കുട്ടികളൊക്കെ ബഹളം വെക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് ഈ 5 മണി 6 മണി എന്നൊക്കെ പറയുന്നത് ഇതിന് ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. അത് അവരുടെ ഒരു പ്രൈവസി ടൈമാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ എടുക്കുന്നതൊന്നും നടക്കില്ല. ഇനി അധികം ഒന്നും എടുക്കാനും ഇല്ല. അപ്പോൾ നമ്മളും പോവാണ്, തിരിച്ചിനി വീട്ടിലോട്ട് പോകണം. ആക്ച്വലി നമ്മൾ ഇവിടെ വന്നൊന്ന് കുളിക്കാനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ കരുതിയാണ് നമ്മൾ വന്നത്. ടവലൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷെ എന്നാലും ഇവിടെ സ്ഥലമൊക്കെ കണ്ട് ഒരുപാട് നേരം നിന്നു. മനസ്സൊക്കെ ഒന്ന് റിലാക്സായി. പിന്നെ
വിചാരിച്ചു വേണ്ട ഇനി ട്രിവാൻഡ്രം വരെ പോകാനുള്ളത്, അല്ലെ കുളിച്ചിട്ടൊക്കെ കയറുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും, ലേറ്റ് ആവും എന്നൊക്കെ. പിന്നെ മഴ ഉറയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യന് ഉദിച്ച് കയറുന്നുണ്ട്, ചെറിയ ചൂടുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മായങ്കടവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ഫുഡ് ഇവിടെ നിന്ന് കഴിക്കണം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോൾ ഇതിന് ചുറ്റും ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. നല്ല ഫുഡ് കഴിക്കുക, ഇവിടെ വന്നിരുന്ന് ഈ നദിയിലോട്ട് നോക്കി ഇങ്ങനെ ഇരുന്ന് ഒരുപാട് നേരം നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചിരുന്ന് ഒരുപാട് നേരം നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്നൊരു തോണിയിലൊരു യാത്ര നടത്താം. അതും കഴിഞ്ഞ് നമുക്ക് ഈ വെള്ളത്തിലൊന്ന് മുങ്ങിക്കുളിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നാൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഒരു ദിവസം നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ആവും. പക്ഷെ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തില്ല. പക്ഷെ എന്നാൽ ഇവിടെ വന്ന് ഒരുപാട് നേരം ഒറ്റപ്പെട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സാധാരണ അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ കൂടി തുടങ്ങും. അപ്പം അധികം വെയിലില്ലാതെ ഈ കാർമേഘം മൂടി കിടക്കുന്ന അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഇവിടെ വന്ന് അവധിയില്ലാത്ത ദിവസങ്ങളിൽ ഇരിക്കാം. അപ്പം നമുക്ക് മൈൻഡൊക്കെ ഒന്ന് നല്ലപോലെ റിലാക്സ് ആവും. അപ്പോൾ നമുക്ക് ആക്ച്വലി അതാണ് ആവശ്യമല്ലേ. അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഫീൽ ചെയ്തത്, നെഗറ്റീവായാലും പോസിറ്റീവായിട്ടും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം, അതുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കണം, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.